തിരുനാവായ മാമാങ്ക ഉത്സവം സർക്കാർ ഏറ്റെടുത്തു നടത്തുന്നത് സംബന്ധിച്ച് നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവരുമെന്ന് കുറുക്കുളി മൊയ്തീൻ എം.എൽ.എ. പറഞ്ഞു. ജാതീയ ചിന്തകൾക്ക് അതീതമായ ഉത്സവമാണ് തിരുനാവായയിലെ മാമാങ്ക ഉത്സവം എന്നും ചരിത്രത്തെ വികൃതമാക്കാനുള്ള ശ്രമം അപലനീയമാണ്. നാടിന്റെ ചരിത്രവും സംസ്കാരവും വാണിജ്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു നദീതട ഉത്സവം കൂടിയായിരുന്നു മാമാങ്ക ഉത്സവം എന്ന് കുറുക്കുളി മൊയ്തീൻ അഭിപ്രായപ്പെട്ടു. ഇത് ഈ ഉത്സവവും ഈ സംഭവങ്ങളും ഈ ചരിത്രമൊക്കെ നാടിന്റെ പൊതു സ്വത്താണ്. എന്നോട് ഇത് പ്രത്യേകം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ സാന്നിധ്യത്തിൽ സാക്ഷിയാക്കി ഇവിടെ വെച്ച് പറഞ്ഞുവെങ്കിലും എന്നോട് 3 മാസം മുമ്പ് ഞങ്ങൾ കണ്ടപ്പോൾ ഇത് എന്നോട് പറയുകയും ഞാൻ അതിനുവേണ്ടി സബ്മിഷൻ കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ള വിവരം ഞാൻ നിങ്ങളെ അറിയിക്കാം. നിളാത്തീരത്ത് റിയക്കോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 30ാമത് മാമാങ്ക മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ തിരുനാവായയുടെ വൈദ്യപാരമ്പര്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഉത്സവം നാടൊരുമിച്ച് വരും കാലങ്ങളിലും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നിയമസഭയിൽ താൻ അവതരിപ്പിക്കുന്ന 3 സബ്മിഷനുകളിൽ ഒന്ന് മാമാങ്ക ഉത്സവം സർക്കാർ ഏറ്റെടുത്തു നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചടങ്ങിൽ എം.കെ. സതീഷ് ബാബു അധ്യക്ഷനായി. പ്രാദേശിക ചരിത്രകാരൻ ഡോക്ടർ വി.പി. അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ നിയാസ് പുളിക്കലകത്ത്, മാറാക്കര പഞ്ചായത്ത് അംഗം കുഞ്ഞിപ്പ കാടമ്പുഴ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോളമൻ വിക്ടർ, പി ഹാരിസ്, ഇ.പി. മൊയ്തീൻകുട്ടി, ഷൈജു തിരുനാവായ, രഘുനന്ദൻ തവനൂർ, വി.കെ. അബൂബക്കർ മൗലവി, വി.പി. കുഞ്ഞാലി, ചിറക്കൽ ഉമ്മർ, റഷീദ് പൂവത്തിങ്ങൽ, സിഗിളർ, അസ്കർ പല്ലാർ, എം. സിദ്ദിഖ് തിരുനാവായ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ചടങ്ങിൽ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തിരൂർ. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.